അവിനാശ് വന്നില്ലേ? അപ്പുറത്തുണ്ട്. എന്റെ അച്ഛനിട്ട് 2 കൊടുക്കണം. അച്ഛൻ മഹാ ചീത്തയാ. അങ്ങനെയൊന്നും പറയേ വിചാരിക്കുകയോ ചെയ്യരുത്. അച്ഛൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്നത് തന്നെ ഒരു ഭാഗ്യ. എൻ്റെ അച്ഛനെ കണ്ടതുകൂടെ എനിക്ക് ഓർമ്മയില്ല. എന്നെ വളർത്തിയതൊക്കെ എൻ്റെ ചേട്ടനാ. ചേട്ടന്റെ വേലായുധനോ? അത് നാട്ടുകാർക്ക്. എനിക്ക് അവൻ ചേട്ടനായിരുന്നു. കല്യാണം ഒന്നും ശരിയാവില്ല. പിന്നെ ഒരു പെണ്ണായി പിള്ളേരായി. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് പിള്ളേരും പട്ടിണിയുണ്ട്. വേലായുധന് പിള്ളേരില്ലേ? 6 അവറ്റൊക്കെ എന്തായാവും? ആ ദാമുവിന് എത്ര പിള്ളേരുണ്ടായിരുന്നോ? ഇവനിപ്പം വലിയ ചട്ടമ്പി ആയിന്ന വിചാരം. അത്രയും കുട്ടിയോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക. പിന്നെ ഐറ്റിങ്ങളോനെ മുക്കിക്കൊല്ലാൻ സമ്മതിക്കാൻ വേണ്ട. നീ ഒരുത്തി അവനെ വഷളാക്കുന്നു. അമ്മേ, മറിയാമ്മ ചീത്തയാ. നമ്മുടെ അച്ഛനും ചീത്തയാ. ആകാശവാണി വാർത്തകൾ
വായിക്കുന്നത് രാമൻകുട്ടി. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഇന്ത്യൻ ഭരണഘടനയിലെ 356 വകുപ്പ് പ്രകാരം പിരിച്ചുവിട്ടതായി ഇംഗ്ലണ്ടുമായുള്ള ഭാരതം യുദ്ധകാലാടിസ്ഥാനത്തിൽ വാർത്തകൾ വിശദമായി. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അമ്മേ, നീ എവിടെയായിരുന്നു ഇത്ര നേരം? മന്ത്രിസഭ പിരിച്ചുവിട്ടു. അതിനിപ്പോ നിനക്കെന്താ? കേട്ടില്ലേ? എല്ലാരും സന്തോഷിക്കുക. നീ ഇതൊന്നും അവിടെ കൊണ്ടു കൊടുക്ക. വേഗം തീർക്കണം, മീറ്റിംഗ് തുടങ്ങാറായി. സഖാവേ, തന്റെ ബാസിയുടെ അഭ്യാസം ഒന്നും ഇനി നടക്കില്ലട്ടോ. അവനെ വേണ്ടിടത്ത് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മോനെ, നിന്റെ മോൻ കാണിച്ച വൃത്തികേട് കണ്ടിട്ട് നീ ഓനോട് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? ആണുങ്ങളെ അവമാനിക്കുന്നു. അതെന്താ പെണ്ണുങ്ങളെ മാത്രമേ അവമാനിക്കാൻ പാടൂ? എന്താ നിർത്തിക്കളഞ്ഞേ? പറഞ്ഞു, കൊറേ കാലായി കേൾക്കാൻ തുടങ്ങിയതല്ലേ? നീ എന്റെ സ്വഭാവം ശരി കണ്ടിട്ടില്ല. അടിച്ച് പുറത്താക്കി ഞാൻ അമ്മ മക്കളെ. പുറത്താക്കണ്ട, ഞാള് പോവാ. ഞാൻ എന്റെ കുട്ടികളെയും കൊണ്ട് എന്റെ അമ്മേന്റെ അടുക്ക് പോവാ. വണ്ടിക്കൂലിക്ക് 10 പൈസ ഞാൻ തരില്ല. നിങ്ങൾ ഇട്ട ഈ താരി വിറ്റ് ഞാള് വണ്ടി ഏറും. നാട്ടിയ ചെങ്കൊടി ഡൽഹിയിൽ ഞങ്ങൾ പാലിക്കും. ചുമക്കും മക്കളൊക്കെ അറിയിച്ചോ ആവോ? അവരൊക്കെ ദൂര സ്ഥലങ്ങളിലല്ലേ, എപ്പോഴെങ്കിലും എത്തിയാലായി. പാമ്പ് കടിച്ചതാ, നേരത്തെ തീർന്നിരിക്കണം. ലോകാവസാന